ആദ്യമായി ഇന്ത്യയും ലോകത്തെ ഞെട്ടിച്ച ഈ വൻ വിമാന ദുരന്തം, അത്യാഹിതം, അതിൽ ജീവൻ നഷ്ടപ്പെട്ട ഇപ്പോൾ 260-ലധികം പേർ, പഴയ കണക്കുകളെല്ലാം മാറി വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മരിച്ചു. അതിനു പുറമെ 24 പേർ പ്രദേശത്ത് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളടക്കം മരിച്ചു എന്നാണ് അറിയുന്നത്. താങ്ങാനാവാത്ത ഒരു ആഘാതമാണ്, ദുഃഖമാണ് ഇന്ത്യയിലും ലോകത്തും പടർന്നിരിക്കുന്നത്. വേർപാടിൽ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. മരണമടഞ്ഞവരുടെ ബന്ധുക്കളോട് അവരുടെ വേദനയിൽ പങ്കുചേരുന്നു എന്നും അറിയിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്നും രഞ്ജിത വലിയ പ്രതീക്ഷയോടുകൂടി നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി UK പോവുകയായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ തീരാത്ത വേദനയും ദുഃഖവുമാണ് തളം കെട്ടി നിൽക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വളരെ ഫലപ്രദമായ വിധത്തിൽ നടത്തും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര അന്വേഷണ വിഭാഗത്തിൽപ്പെട്ടവരും വരുന്നുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ അപകടത്തിന് ഇടയാക്കിയ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയണം. വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് ഇപ്പോൾ തകർന്നത്. അപ്പം അപകടത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഇത് ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം, ടാറ്റ കമ്പനി അവരുടേതായ ചില നഷ്ടപരിഹാരം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഹോസ്റ്റല് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചികിത്സാ ചെലവുകൾ മുഴുവൻ വഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും നഷ്ടപരിഹാരം സംബന്ധിച്ചോ മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചോ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അത് താമസിയാതെ ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു വല്ലാത്ത ഒരു അശ്രദ്ധ കൊണ്ട് അങ്ങനെ എന്താ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് പോരുന്ന ഒരു ദുരന്തം സംഭവിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയേണ്ടതൊക്കെ വൈദഗ്ധ്യം നമുക്കാർക്കുമില്ല. ആളുകളുടെ മനസ്സിലുള്ള സംശയമാണ് താങ്കൾ പറഞ്ഞത്. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കുമ്പോഴേക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ സാങ്കേതിക കാര്യങ്ങൾ വെളിപ്പെടുന്ന വിധത്തിൽ ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ അവസാന നിമിഷം കൈമാറിയ സന്ദേശങ്ങളുടെ എല്ലാം വിവരങ്ങൾ ഈ ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അന്വേഷണ ഫലം പുറത്തു വരട്ടെ, അതിനുശേഷം നമുക്കിതിനെക്കുറിച്ച് പറയാം. പിന്നെ ഒരുപക്ഷെ നിങ്ങൾ ചിലരെ മാത്രം അറിഞ്ഞിരിക്കാനിടയുള്ള മറ്റൊരു ദുരന്തം ഇപ്പോൾ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. അത് ഇറാനെതിരായിട്ട് ഇസ്രയേൽ നടത്തിയിട്ടുള്ള വെളുപ്പാങ്കാലത്ത് നടത്തിയിട്ടുള്ള ആക്രമണമാണ്. ഇറാന്റെ സൈനിക സംവിധാനത്തിലെ വളരെ ഉന്നതനായ ഒരാളെ ഇസ്രയേലുകാർ സിയോണിസ്റ്റുകൾ ആക്രമണത്തിലൂടെ വധിച്ചു കഴിഞ്ഞു. ഇറാനെതിരായിട്ടുള്ള എല്ലാ സന്നാഹത്തോടും കൂടിയിട്ടുള്ള വലിയൊരു ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത്. ലോകത്ത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന, ലോക സമ്പദ്ഘടനയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയുള്ള ഒന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇതിന് പിന്തുണയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അമേരിക്കയുടെയും ട്രംപിന്റെയും അതുപോലുള്ള ഭരണാധികാരികളുടെയും പിന്തുണയോടുകൂടിയാണ് ഇസ്രയേൽ ഗാസയിൽ തന്നെ കൂട്ടക്കുരുതിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് അവിടെ അതിക്രമങ്ങളെല്ലാം ഇനി ഏതാനും ആഴ്ചകൾ കൊണ്ട് തങ്ങൾ പൂർത്തിയാക്കും എന്ന മട്ടിലാണ് ഇറാന് നേരെ ഈ ആക്രമണം അയച്ചുവിട്ടിട്ടുള്ളത്. CPIM അതിശക്തമായ ഭാഷയിൽ ഇറാന് നേരെ ഇസ്രയേൽ നടത്തുന്ന ഈ സൈനിക ആക്രമണത്തെ അപലപിക്കുകയാണ്. മുമ്പ് ഈജിപ്തിനെതിരായിട്ടും ഇതുപോലൊരു ആക്രമണം ഇസ്രയേൽ നടത്തിയിരുന്നു. ഈജിപ്തിന്റെ എല്ലാ വിമാനങ്ങളും ഇവരാക്രമിച്ചങ്ങ് നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ലോക ഭീകരനായി ഇസ്രയേൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരതയെ എതിരിടുന്നു പറഞ്ഞ അമേരിക്കയുടെ പിന്തുണയോടുകൂടിയിട്ടാണ് ഈ ഭീകര യുദ്ധങ്ങളൊക്കെ ഇസ്രയേൽ നടത്തുന്നത്. ലോകം ഒരേ ശബ്ദത്തിൽ അപലപിക്കേണ്ടതാണിത്. ഗാസയിലേക്ക് മരുന്നും ഭക്ഷ്യവസ്തുക്കളുമായി പോയ തിൻബർഗ് എന്ന് പറയുന്ന സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പെൺകുട്ടി, അവരടങ്ങുന്ന ഒരു സംഘത്തെ ഇസ്രയേൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ലോകത്ത് എന്ത് കുറ്റകൃത്യവും ചെയ്യാം, ഭീകരകൃത്യവും ചെയ്യാം ഇസ്രയേലിന് അമേരിക്കയുടെ പിന്തുണയുണ്ടെങ്കിൽ എന്നതാണ് അവസ്ഥ. ഇതിനെ ശക്തമായി അപലപിക്കുന്ന ഒരു സമീപനം, ഇപ്പോൾ ഇറാന് നേരെ നടത്തിയ യുദ്ധത്തെ അപലപിക്കുന്ന ഒരു സമീപനം ഇന്ത്യ ഗവൺമെന്റ് പ്രകടിപ്പിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്ത്യയുടെ ചേരിചേര വിദേശ നയമെല്ലാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപേക്ഷിച്ചിരിക്കുകയാണ്.
ഇറാനെ ഇത്തരത്തിൽ ആക്രമിക്കുമ്പോൾ എന്താണ് നരേന്ദ്രമോദിയുടെ അഭിപ്രായം എന്നറിയാനും കൗതുകമുണ്ട്. ഓക്കെ.